ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബിഗിനേഴ്സിന് പോലും ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള കൊഞ്ചൻ റോസ്റ്റാണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മളിവിടെ കൊഞ്ചൻ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കായിട്ട് ഇതാ 3 ഉള്ളിയും 2 തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും അതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ചലിലേക്ക് മഞ്ഞളും മുളകും ഉപ്പും കൂടെ ഇട്ട് കൈകൊണ്ട് ഞാൻ വേണ്ടിയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഇതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചീനച്ചട്ടിയിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം ഇതാ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള കൊഞ്ചൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ഇതിന് മസ്റ്റാണ്. കാരണം ഈ ഒരു സ്റ്റെപ്പാണ് ഈ ഒരു കൊഞ്ചൻ റോസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളധികം മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ കൊഞ്ചൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. കടായി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങളുടെ കയ്യിലുള്ളത് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നത്, എൻ്റെ കയ്യിൽ അതാണുള്ളത്. അതിൻ്റെ ശേഷം ഇതാ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് ചൂടായി വന്നതിൻ്റെ ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി കൂടെ ഇട്ട് കൊടുക്കുക. ഉള്ളിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു ടിപ്പാണ്. ഉള്ളിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ വേഗം വയന്ന് കിട്ടും. ഇതേ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്കൊരു ഉപകാരമാകുമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇതാ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വയന്ന് വരണം. അടുത്ത് ഉള്ളി വയന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വീട്ടിലുണ്ടാക്കിയവർ അത് തന്നെ ഇട്ട് കൊടുക്കുക. അതാ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇതാ ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ഉള്ളിയിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വന്നതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ലൊരു പേസ്റ്റ് ആയതിൻ്റെ ശേഷമാണ് അടുത്ത മസാലപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം, അതിന് ശേഷമേ ബാക്കിയുള്ളത് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് സ്പൂൺ കൊണ്ട് തന്നെ മാക്സിമം ഉടച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഇതാ ഒരു ലിഡ് വെച്ച് മൂടി വെക്കുമ്പോൾ നമ്മളെ തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ തക്കാളിയും ഉള്ളിയും നല്ല പേസ്റ്റ് പരുവത്തിലായി വരണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അധികം പൊടികളോ മസാലകളോ ഒന്നും തന്നെ ഇടുന്നില്ല. നമ്മൾ ആകെ ഇതിൽ പൊടിയായിട്ടിടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രമാണ് ഇടുന്നത്. ഈ ഒരു പൊടി തന്നെ ഇതിലേക്ക് ധാരാളമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൊടികൾ ഇടാത്തതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള മസാല തന്നെയാണ്. അതിലേക്കായിട്ട് ഇതാ കുറച്ചധികം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിച്ചപ്പ് നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കേണ്ട, സ്കിപ്പ് ചെയ്യാം. ഇവിടെ ഇപ്പം നല്ലതായിട്ട് മല്ലിച്ചപ്പെല്ലാം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതാ നമ്മൾ നേരത്തെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് നേരം കഴിഞ്ഞ് ലിഡ് വെച്ച് മൂടി വെച്ച് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊഞ്ചൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.